ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ രാം മനോഹർ ലോഹിയ തുടങ്ങിയ മഹാരഥന്മാർ വിഭാവനം ചെയ്ത ഇന്ത്യ എല്ലാ മനുഷ്യർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന സമത്വപൂർണമായ രാഷ്ട്രമായിരുന്നു. പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നും രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാനും ഇറങ്ങിത്തിരിച്ച ധീരരായ ദേശസ്നേഹികളെ ഈ സുദിനത്തിൽ ഞാൻ ആദരപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന ഉദാത്തമായ വാചകത്തോടെയാണ്. ഈ രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേതല്ല, മറിച്ച് ഇവിടുത്തെ ഓരോ പൗരൻ്റേതുമാണെന്ന ശക്തമായ പ്രഖ്യാപനമാണത്. എന്നാൽ 76 വർഷങ്ങൾക്കപ്പുറം നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും സോഷ്യലിസവും മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നിന്ന് പോലും ഉയരുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നവയാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരായി അത്യന്തം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിത്. ഡോക്ടർ രാം മനോഹർ ലോഹിയ വിഭാവനം ചെയ്ത സപ്തക്രാന്തി അഥവാ 7 വിപ്ലവങ്ങൾ ഇന്നും പ്രസക്തമാണ്. ജാതി മത വിവേചനങ്ങൾക്കെതിരായും സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായും അദ്ദേഹം ഉയർത്തിയ പോരാട്ടം നവഭാരത നിർമ്മിതിയിൽ അനിവാര്യമാണ്. രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് സാമ്പത്തിക അസമത്വമാണ്. ലോകത്തിലെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് നാം അഭിമാനിക്കുമ്പോഴും രാജ്യത്തെ പകുതിയിലധികം സമ്പത്ത് വെറും 1% വരുന്ന അതിസമ്പന്നരുടെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുകൾ നൽകുമ്പോൾ സാധാരണക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ലോകത്തെ ദരിദ്രരായ കുട്ടികൾ വലിയൊരു ശതമാനവും ഇന്ന് ഇന്ത്യയിലാണെന്നത് നമ്മെ ആലോചനപ്പെടുത്തുന്ന കാര്യമാണ്. സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും കഴിയാത്ത പക്ഷം ജനാധിപത്യം അതിൻ്റെ പരിപൂർണതയിലെത്തിയെന്ന് നാം പറയാനാവില്ല. ഒരു തീരുമാനമെടുക്കുമ്പോൾ താൻ കണ്ടുമുട്ടുന്ന ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഓർക്കണമെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ഗാന്ധിജി നൽകിയ ഉപദേശം ഇന്നും ഭരണകർത്താക്കൾ വിസ്മരിക്കുകയാണ്. രാജ്യത്തെ അസമത്വത്തിൻ്റെ സാഹചര്യവും വർഗീയതയും കൈകോർക്കുമ്പോൾ നമ്മുടെ മതേതര സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തകരുകയാണ്. ഇന്ത്യയുടെ പാരമ്പര്യം സ്നേഹത്തിൻ്റേതാണെന്ന് നാം തിരിച്ചറിയണം. ജാതിമത പ്രാദേശിക വിഭജനങ്ങൾ അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കാൻ നമുക്ക് കഴിയണം. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം നൽകുന്ന കർഷകരുടെ പ്രാധാന്യം നാം തിരിച്ചറിയണം. ഈ ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ വികസന മാതൃകകൾ പ്രസക്തമാകുന്നത്. രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും വർഗീയതയും ജാതി വിവേചനവും മനുഷ്യാവകാശ ലംഘനങ്ങളും കൊടികുത്തി വാഴുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സാമൂഹിക വികസന സംസ്കാരമാണ് നാം പിന്തുടരുന്നത്. ഭരണത്തുടർച്ചയുടെ 10ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ കേരളം കൈവരിച്ച വികസന നേട്ടങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറിക്കഴിഞ്ഞു. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടും നാം മാതൃകയായി. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 31 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നത് കേരളത്തിൻ്റെ കരുതലാണ്. ഗാന്ധിജി വിഭാവനം ചെയ്തതുപോലെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൻ്റെ ഭാഗമായി 2025 നവംബർ 1 കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 64,000-ഓളം വരുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം, ആരോഗ്യം, വീട്, വരുമാനം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് നടത്തിയ ഈ ചരിത്രപരമായ മുന്നേറ്റം സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നമ്മുടെ ഭരണനിർവഹണത്തിൻ്റെ വലിയൊരു വിജയമാണ്. ലോകത്തന്നെ ഇത്തരവ് നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ പ്രദേശമെന്ന ഖ്യാതിയും ഇന്ന് കേരളത്തിന് സ്വന്തമാണ്. യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യത്തിനായി കണക്ട് ടു വർക്ക് പദ്ധതിയുടെ 5 ലക്ഷം പേർക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നു. ലൈഫ് പദ്ധതിയുടെ 4.81 ലക്ഷം അധികം വീടുകൾ നിർമ്മിച്ച് നൽകി അന്തസ്സോടെ ജീവിക്കാനുള്ള പൗരൻ്റെ അവകാശം നാം സംരക്ഷിച്ചു.
ഭൂരഹിതരും ഭവനരഹിതരുമായി ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.